ഹലോ ഗെയ്സ്, അപ്പോൾ വീഡിയോയുടെ തംബ്ലൈൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അന്നദാനം കഴിക്കാൻ പോവാണെന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ചിറങ്ങി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവമാണ്. അങ്ങനെ പോയി തൊഴുതു അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഇതാ ഞങ്ങൾ അന്നദാനം കഴിക്കാനായിട്ട് പോവാണ്. ഞാനും അനിയത്തിയും കസിൻസും ചോട്ടാ പിള്ളേരും എല്ലാവരും ഉണ്ട്. അങ്ങനെ പോയി ഇതാ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് ഇതാ ഈ കാണുന്ന കടലാസ് പൂ, ബോഗൺവില്ല, നമ്മുടെ ഇവിടെയൊക്കെ കടലാസ് പൂ എന്നാണ് കേട്ടോ പറയുന്നത്. എന്ത് രസമല്ലേ അത് കാണാനായിട്ട്. അങ്ങനെ കുറേ നേരം ക്യൂവിൽ നിന്നതിന് ശേഷം ഫുഡ് കിട്ടിയത് കേട്ടോ. ചോറ് കിട്ടി, അവിയൽ കിട്ടി, സാമ്പാർ കിട്ടി, പുളിശ്ശേരി, മാങ്ങാച്ചാർ, അങ്ങനെ കുറേ പായസം ഉൾപ്പെടെ കുറേ കറികൾ ചേർന്ന് നമ്മുടെ അന്നദാനം അങ്ങ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അയ്യോ, എനിക്കിനി അടുത്ത ഒരു വർഷം വരെ കാത്തിരിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം ഈ ഇതുപോലെ ടേസ്റ്റുള്ള ഫുഡ് കിട്ടാൻ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് ബിരിയാണി കേട്ടോ. ആ ബിരിയാണി പോലും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല ഗൈസ്. സത്യം പറയാമല്ലോ, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെനിക്കറിയില്ല, വേറെ എവിടെ കഴിച്ചാലും ആ ഒരു ടേസ്റ്റ് വേറെ ഒരു ഫുഡിന് എനിക്ക് കിട്ടിയതായിട്ട് തോന്നിയിട്ടില്ല. എന്താണെന്നറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അടിപൊളി സദ്യ എന്ന് പറഞ്ഞാൽ എനിക്കിതാ ഇപ്പോൾ പറയുമ്പോൾ പോലും എൻ്റെ നാവിൽ നിന്ന് വെള്ളം വരുവാണ്. അത്രയും കിടിലൻ സദ്യയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റ, ബൈ ബൈ, സീ യു.